IPLിലെ ഏറ്റവും മികച്ച ടീമുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ടീമുകളാണ് ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും. IPL എന്ന കലാവിരുന്നിനെ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ കുടിയിരുത്തുന്നതിൽ എന്നും ഈ ടീമുകളുടെ പങ്കും വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങൾ ആരാധകർക്കിടയിലും വലിയ വീറും വാശിയും നിറഞ്ഞതുമാക്കി. അത്തരത്തിൽ 2021 മുംബൈയും ചെന്നൈയും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു മത്സരമുണ്ട്. ഒരുപക്ഷെ ഒരു IPL ആരാധകനും മറക്കാൻ പറ്റാത്ത മത്സരങ്ങളിലൊന്ന്. 2021 സീസണിലെ 27ാമത്തെ മത്സരം. മുംബൈയും ചെന്നൈയും തമ്മിലുള്ള സീസണിലെ ആദ്യത്തെ എൽ ക്ലാസിക്കോ. പോയിന്റ് ടേബിളിൽ ചെന്നൈ 1ാം സ്ഥാനത്തും മുംബൈ 4ാമതുമാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈക്കാളുപരി വിജയം അനിവാര്യം മുംബൈക്കാണ്. മുംബൈക്കായി ടോസ് നേടിയ രോഹിത് ശർമ്മ ബോളിംഗ് തിരഞ്ഞെടുത്തു. ചെന്നൈയുടെ ഓപ്പണേഴ്സായ ഗേക്വാദും ഡൂപ്ലസിയും ക്രീസിലേക്കെത്തി. ആദ്യ ഓവറിൽ തന്നെ ബോൾട്ടിനെ 4 അടിച്ച് ഗേക്വാദ് ചെന്നൈയുടെ സ്കോർ ബോർഡ് ചലിപ്പിച്ചു തുടങ്ങി. എന്നാൽ ആ ഓവറിൽ തന്നെ ഞെട്ടിക്കുന്ന ഒരു ബോളിലൂടെ ഋതുരാജിനെ ബോൾട്ട് കുരുക്കി. പകരക്കാരനായി എത്തിയ മൊയിൻ അലി ഡൂപ്ലസിയുടെ കൂടെ ചേർന്നതോടെ സ്കോർ ബോർഡ് ചലിക്കാൻ തുടങ്ങി. ഡൂപ്ലസിയുടെ 6 ആയിരുന്നു ചെന്നൈയുടെ കൗണ്ടർ അറ്റാക്കിംഗ് തുടങ്ങിയത്. കൂട്ടായി മൊയിൻ അലി കൂടി ക്രീസിൽ ഉറച്ചതോടെ ചെന്നൈയുടെ സ്കോർ ബോർഡ് ചലിക്കുന്നത് വേഗത്തിലായി. വന്ന ബോളർമാരെല്ലാം കണക്കിന് തല്ലുവാങ്ങാൻ തുടങ്ങി. പവർ പ്ലേ കഴിഞ്ഞപ്പോൾ ചെന്നൈയുടെ സ്കോർ ബോർഡ് 49 റൺസിന് 1 വിക്കറ്റ്. തുടക്കത്തിൽ കിട്ടിയ വിക്കറ്റിന്റെ ആനുകൂല്യം മുതലാക്കാൻ മുംബൈ ക്യാപ്റ്റൻ രോഹിത് ബോളർമാരെ മാറ്റി പരീക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ അതൊന്നും തന്നെ ചെന്നൈ ബാറ്റർമാരുടെ മുന്നിൽ ചെലവായില്ല. ബുംറ, ബോൾട്ട് തുടങ്ങിയ ലോകോത്തര ബോളർമാരെല്ലാം തന്നെ നിഷ്പ്രഭരായി. ബൗണ്ടറികളുടെയും സിക്സുകളുടെയും എണ്ണം കൂടി തുടങ്ങി. ഫാസ്റ്റ് ബോളർമാരെ മാറ്റി സ്പിന്നറെ രോഹിത് കൊണ്ടുവന്നു. ബോളർ ചെയ്യാനെത്തിയ രാഹുൽ ചഹറിനെ ഇരു ബാറ്റ്സ്മാൻമാരും വരവേറ്റത് ഒരു ഓവറിൽ തന്നെ 2 സിക്സുകളോടെയായിരുന്നു. മൊയിൻ അലിയുടെ വ്യക്തിഗത സ്കോർ 50 കടന്നു. സ്കോർ ബോർഡ് 10 ഓവറിൽ 95 റൺസിന് 1 വിക്കറ്റ്. ആദ്യ ഓവറിൽ കണക്കിന് തല്ലുവാങ്ങിയ ബുംറയെ രോഹിത് തിരികെ കൊണ്ടുവന്നു. അത്രമേൽ വിക്കറ്റിന്റെ ക്ഷാമമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ തന്നെ വിശ്വസിച്ചേൽപ്പിച്ച ജോലി കൃത്യമായി ബുംറ നടപ്പിലാക്കി. അതേ ഓവറിൽ തന്നെ മൊയിൻ അലി ഔട്ട്. എന്നാൽ മറുവശത്തുണ്ടായിരുന്ന ഡൂപ്ലസി ബാറ്റിംഗ് തുടർന്നു. അദ്ദേഹവും 50 കടന്നു. എന്നാൽ 50 കടന്നതിൻ്റെ ആവേശത്തിൽ വെറും ബാലിശമായ ഒരു ഷോട്ട് കളിക്കാൻ ശ്രമിക്കവേ ഡൂപ്ലസിയും ഔട്ടായി. പൊള്ളാഡിനായിരുന്നു ആ വിക്കറ്റ്. അടുത്ത ബോളിൽ റെയ്നയും പുറത്തേക്ക്. തുടരെയുള്ള വിക്കറ്റ് വീഴ്ച ചെന്നൈയെ പരിങ്ങളിലാക്കും എന്ന് പലരും വിശ്വസിച്ചു നിന്നു. എന്നാൽ അവിടേക്ക് വന്നത് അമ്പാട്ടി റായുഡു ആയിരുന്നു. ജഡേജയും കൂട്ടുപിടിച്ച് അദ്ദേഹം ബാറ്റിംഗ് ആരംഭിച്ചു. അടുപ്പിച്ച് വീണ വിക്കറ്റുകളിൽ പതറി നിന്ന ചെന്നൈ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വെടിമരുന്ന് റായുഡുവും കരുതി വച്ചിരുന്നു. മുംബൈ ബോളർമാർക്ക് ആക്രമണ ബാറ്റിംഗ് കൊണ്ട് മറുപടി. ചാഹർ, കുൽക്കർണി, ബോൾട്ട് അടക്കമുള്ള ബോളർമാരുടെ പന്തുകൾ ഗ്യാലറി തൊട്ടു. അക്ഷരാർത്ഥത്തിൽ 6 മഴ. 20ാം ബോളിൽ ഒരു 6 റായുഡു അങ്ങനെ തന്റെ 50 പൂർത്തിയാക്കി. സ്കോറാകട്ടെ അപ്പോൾ 189. എങ്കിലും അദ്ദേഹം പ്രഹരം നിർത്തിയില്ല, തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഇന്നിംഗ്സിലെ അവസാന പന്തിൽ ഒരു ക്യാച്ചിനുള്ള അവസരം ഒത്തുവന്നുവെങ്കിലും അത് കൈക്കലാക്കാൻ മുംബൈ പ്ലെയർക്ക് സാധിച്ചില്ല. എന്ന് മാത്രമല്ല, അതും ബൗണ്ടറി കണ്ടു. ചുരുക്കത്തിൽ ചെന്നൈയുടെ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ സ്കോർ 20 ഓവറിൽ 218-ന് 4. അതിൽ റായുഡു ആകട്ടെ 27 പന്തിൽ പുറത്താകാതെ 72 റൺസും. CSK ആരാധകരുടെയും താരങ്ങളുടെയും മുഖത്ത് തങ്ങൾ ഉയർത്തിയ സ്കോർ ബോർഡ് വളരെ വലുതായിരുന്നു എന്ന പ്രതീക്ഷ നിറഞ്ഞു കാണാനുണ്ടായിരുന്നു. മാത്രമല്ല, ലീഗിലെ തങ്ങളുടെ മുഖ്യ എതിരാളികൾ കൂടിയായ മുംബൈ മറ്റൊരു മോശം സീസണിലൂടെ കടന്നുപോകുന്നു എന്ന വസ്തുതയും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈക്കായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഡീകോക്കും ക്രീസിലേക്കെത്തി. തുടക്കം മുതൽ ലക്ഷ്യം വിജയം തന്നെ എന്ന മട്ടിൽ ഇരു താരങ്ങളും ബാറ്റ് വീശി 4കളും 6കളും പായിക്കാൻ തുടങ്ങി. ആദ്യത്തെ 3 ഓവറിൽ സ്കോർ 30 റൺസ്. ഒരുപക്ഷെ പവർ പ്ലേയിൽ തന്നെ വിക്കറ്റ് വീഴ്ത്തി മുംബൈയുടെ ബാറ്റിംഗ് ഓർഡറിനെ കുരുക്കാനിരുന്ന ധോണിയുടെ പരീക്ഷണങ്ങൾ പാളുമോ എന്ന രീതി. എന്നാൽ രോഹിത് വരവേറ്റത് ഒരു കിടു 6 ഓവറിൽ 10 റൺസ് വീതം സ്കോർ ചെയ്ത് കൺസിസ്റ്റന്റായി തന്നെ ഇരു ബാറ്റർമാരും മുംബൈയെ പതിയെ മുന്നോട്ട് നയിച്ചു. എന്നാൽ സ്കോർ 71 നിൽക്കെ സ്ലൈസ് ചെയ്ത് 6 അടിക്കാൻ ശ്രമിച്ച രോഹിത് ഒരു മിസ്ഹിറ്റിലൂടെ പുറത്തേക്ക്. 2 താരങ്ങളും ചേർന്ന് അത്രമാത്രം വിലപ്പെട്ട ഒരു തുടക്കം നൽകിയതുകൊണ്ട് തന്നെ സപ്പോർട്ട് സ്റ്റാഫ് അടക്കമുള്ള താരങ്ങളിൽ പ്രതീക്ഷ സജീവമായിരുന്നു. പുറത്തായ രോഹിത്തിന് പകരക്കാരനായി സൂര്യകുമാർ ക്രീസിലേക്കെത്തി. എന്നാൽ സൂര്യയ്ക്കും ക്രീസിൽ അധികം ആയുസുണ്ടായില്ല. തുടരെ വീണ വിക്കറ്റുകൾ മുംബൈ ആരാധകരെയും ചെറുതായി അലട്ടാൻ തുടങ്ങി. കാരണം അത്രമേൽ വലിയ സ്കോറാണ് ടാർജറ്റ്. മറുസൈഡിൽ വിക്കറ്റുകൾ വീണത് ഡീകോക്കിനെയും സമ്മർദ്ദത്തിലാക്കി. മൊയിൻ അലിയുടെ തൊട്ടടുത്ത ഓവറിൽ 38 റൺസിന് അദ്ദേഹവും ഔട്ട്. ടീമിന്റെ റൺ ഫ്ലോ കാര്യമായി തടസ്സപ്പെട്ടു. ക്രീസിലേക്കെത്തിയ 2 പുതിയ ബാറ്റർമാർ, പൊള്ളാഡും കൃണാൽ പാണ്ഡ്യയും. മുംബൈ ആരാധകർ ഒന്നടങ്കം പ്രതീക്ഷ കൈവിട്ടു തുടങ്ങി. തങ്ങളുടെ ചിരവൈരികളുടെ അടുത്തു നിന്നും ഇത്ര വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങുക എന്നത് അവർക്ക് ചിന്തിക്കാനേ കഴിയില്ലായിരുന്നു. 13ാം ഓവർ എറിയാൻ ജഡേജ എത്തി. ബാറ്റിംഗ് ആക്സലറേഷൻ അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ പൊള്ളാഡ് ജഡേജയെ വരവേറ്റത് 6 സച്ചിന്റെ വിടവാങ്ങലിന് ശേഷം മുംബൈ ഫ്രാഞ്ചൈസിൽ രോഹിത്തിനെ പോലെ തന്നെ ആരാധക പിന്തുണയുള്ള താരമാണ് പൊള്ളാഡ്.
പല സാഹചര്യങ്ങളിലും രക്ഷകനായി അവതരിച്ച താരം. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ജഡേജയെ ആ ഓവറിൽ 2 തവണ പൊള്ളാട് അതിരുകടത്തി. ആ ഓവറിൽ പിറന്നതാകട്ടെ 20 റൺസും. എങ്കിടിയെയും താക്കൂറിനെയും എല്ലാം പൊള്ളാട് തലങ്ങും വിലങ്ങുമായി ഗാലറി കാണിച്ചു. 5 ബോളിൽ 3 റൺസ് എന്ന ലേബലിൽ തുടങ്ങിയ പൊള്ളാട് താക്കൂറിൻ്റെ ഓവറിലെ ഒരു ബൗണ്ടറിയിലൂടെ 50 കടന്നു, അതും വെറും 17 പന്തിൽ. പൊള്ളാട് എത്രമാത്രം അപകടകാരിയാണ് എന്ന് തെളിയിക്കുന്ന ബാറ്റിംഗ്. മുൻപ് പല അവസരങ്ങളിൽ മുംബൈയുടെ രക്ഷകനായി പൊള്ളാട് അവതരിച്ചിട്ടുണ്ട്. എങ്കിലും ഇത്രമേൽ ടീം പരാജയം രുചിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗാലറിയിലെ മുംബൈ ആരാധകരുടെ പ്രതീക്ഷയും ചെന്നൈ ആരാധകരുടെ നിരാശയും പൊള്ളാട് ക്രീസിൽ നിലയുറപ്പിക്കുന്നതിലായിരുന്നു. മത്സരം ഇടിമുറുകി തുടങ്ങി. ക്രീസിൽ ഒപ്പം കൃണാൽ പാണ്ഡ്യ പൊള്ളാടിന് വേണ്ട രീതിയിൽ സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ 17-ാം ഓവർ എറിഞ്ഞ സാം കരൺ തൻ്റെ യോർക്കർ ബോളിലൂടെ കൃണാലിൻ്റെ വിക്കറ്റ് നേടി. അവസാന 3 ഓവറിൽ ജയിക്കാൻ വേണ്ടത് 48 റൺസ്. താക്കൂർ എറിഞ്ഞ 18-ാം ഓവറിലെ ഒരു ബുള്ളറ്റ് സിക്സറിലൂടെ പൊള്ളാട് വെടിക്കെട്ട് തുടർന്നു. അതേ ഓവറിലെ 5-ാം പന്തിൽ ഒരു 6 കൂടി പറത്താൻ ശ്രമിക്കവേ പൊള്ളാടിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് പന്ത് ഡൂപ്ലസിയുടെ കൈകളിലേക്ക്. എന്നാൽ ഭാഗ്യം ഇത്തവണ മുംബൈയുടെ കൂടെയായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാളായ ഡൂപ്ലസി ആ ക്യാച്ച് അപ്രതീക്ഷിതമായി ഡ്രോപ്പ് ചെയ്തു. അവസാന 12 പന്തിൽ ജയിക്കാൻ വേണ്ടത് 31 റൺസ്. സ്ട്രൈക്കിൽ ഹർദിക് പാണ്ഡ്യ. കരണെറിഞ്ഞ ആദ്യ പന്ത് തന്നെ ഹർദിക്ക് ഗാലറി കാണിച്ചു. 2ാമത്തെ പന്തും 6. ചെന്നൈ ക്യാമ്പിൽ ആശങ്ക. 4-ാം പന്തിൽ വീണ്ടും ഒരു 6 അടിച്ച് ജയം എളുപ്പമാക്കാൻ പാണ്ഡ്യയുടെ ശ്രമം. എന്നാൽ ബൗണ്ടറി ലൈനിൽ ഇത്തവണ വീണ് കിട്ടിയ അവസരം മുതലാക്കി ഡൂപ്ലസി. ഹർദിക് പാണ്ഡ്യ ഔട്ട്. ഓവറിലെ അവസാന 2 പന്തുകളും മികച്ച രീതിയിൽ എറിഞ്ഞ കരൺ ലാസ്റ്റ് ബോളിൽ ഒരു വിക്കറ്റ് കൂടി നേടി. അവസാന ഓവർ. ചെന്നൈയെ പൂട്ടാൻ മുംബൈക്ക് വേണ്ടത് 16 റൺസ്. ആദ്യ ബോൾ സ്പോട്ട് ഓൺ ആയി എറിഞ്ഞ എങ്കിടി പൊള്ളാടിനെ ശരിക്കും വളച്ചു. എന്നാൽ സിംഗിൾ എടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല. 2ാമത്തെ ബോളും അതേ രീതിയിൽ എറിഞ്ഞുവെങ്കിലും മനോഹരമായി പൊള്ളാട് ഗ്യാപ്പ് നോക്കി ബാറ്റ് ചെയ്യുകയും അത് 4 ആയി മാറുകയും ചെയ്തു. 4 ബോളിൽ ജയിക്കാൻ വേണ്ടത് 12 റൺസ്. വൈഡായി എറിഞ്ഞു നോക്കിയെങ്കിലും പൊള്ളാടിന് മുന്നിൽ അത് വിലപ്പോയില്ല. ആ ബോളും 4-ൽ കലാശിച്ചു. 3 ബോളിൽ ജയിക്കാൻ വേണ്ടത് 8 റൺസ്. അടുത്ത ബോൾ 6-ന് ശ്രമിച്ചുവെങ്കിലും ബാറ്റിൽ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച രീതിയിൽ കണക്ഷൻ കിട്ടിയില്ല. സാഹചര്യം മനസ്സിലാക്കിയ അദ്ദേഹം സിംഗിൾ എടുക്കാൻ തുനിഞ്ഞില്ല. കയ്യിലിരുന്ന മത്സരം തോൽവിയിലേക്കോ എന്ന് 2 ടീമുകളുടെ ആരാധകരും ചിന്തിച്ച നിമിഷം. അവസാന 2 പന്തുകൾ. മുംബൈക്ക് ജയിക്കാൻ 8 റൺസ്. തീയുണ്ട കണക്ക് ബോളെറിഞ്ഞ എങ്കടിയുടെ ഫുൾ ടോസ് പന്ത് പൊള്ളാട് തൂക്കിയത് ഗാലറിയിലേക്ക്. അവിശ്വസനീയം എന്നല്ലാതെ എന്താണ് പറയുക. ധോണി അടക്കമുള്ള ചെന്നൈ താരങ്ങളുടെ മുഖത്ത് കടുത്ത ദേഷ്യവും നിരാശയും പ്രകടമായി. അത്രമേൽ വിലപ്പെട്ട മത്സരമായിരുന്നു അത്. കാരണം ചിരവൈരികൾ ജയം അടുത്തു കാണുന്നു. അവസാന പന്ത്. ഇരു ക്യാമ്പിലും ആകാംക്ഷ. എന്നാൽ അപ്പോഴും പൊള്ളാട് കൂളായി തന്നെ നിന്നു. അവസാന പന്ത് മിഡോണിലേക്ക് അടിച്ച ശേഷം ഒരു ഡബിൾസിലൂടെ പൊള്ളാട് തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു. ഒരു ബാറ്റർ, ബോളർ, ഫിനിഷർ എന്നിങ്ങനെ പല റോളുകളിൽ പൊള്ളാടിനെ നാം കണ്ടിട്ടുണ്ട്. എങ്കിലും ഇത്തരമൊരു ഗോൾഡ് ലെവൽ പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്നും കാണുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്ന് കാണില്ല. എക്കാലവും ചെന്നൈ ടീമിൻ്റെ പേടി സ്വപ്നമായിരുന്നു പൊള്ളാഡ്. മുൻപ് പലതവണ ചെന്നൈയെ ഒറ്റയ്ക്ക് പൊരുതി തോൽപ്പിച്ച താരം. അതിന് മാറ്റുകൂടിയ പെർഫോമൻസ് ആയിരുന്നു ഈ മത്സരത്തിലും അദ്ദേഹം കാഴ്ചവെച്ചത്. മുംബൈയുടെ മോശം സീസണുകളിൽ ഒന്നായിരുന്നുവെങ്കിൽ പോലും എന്നും ആരാധകർക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു മത്സരമായി അങ്ങനെ അത് മാറുകയും ചെയ്തു. കോവിഡ് വ്യാപനം മൂലം നിശ്ചിത ആളുകൾക്ക് മാത്രമേ സ്റ്റേഡിയത്തിൽ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ സ്റ്റേഡിയം നിറഞ്ഞ അവസ്ഥയിലായിരുന്നെങ്കിൽ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന മത്സരം തന്നെയായിരുന്നു ഇത്. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുവാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാനും കേൾക്കാനും താല്പര്യമുള്ള മറ്റു മത്സരങ്ങളെപ്പറ്റിയും ഈ വീഡിയോയെക്കുറിച്ചും അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കില്ല എന്ന പ്രതീക്ഷയോടെ